ഹായ്, അസ്സലാമലൈക്കും. നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. എൻ്റെ ലാംഗ്വേജ് കാസർഗോഡ് ലാംഗ്വേജാണ്. കാസർഗോഡ് ഉപ്പള എന്ന സ്ഥലത്ത് എൻ്റെ വീടുള്ളത്. ഇത് ഒരു ചിക്കൻ ബിരിയാണി അമ്മ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് പിന്നെ 4-5 സവാള ഇട്ട്, ഞങ്ങൾ ഇവിടെ പറയുന്ന ഉള്ളിന്ന്, പിന്നെ കുറച്ച് ഉപ്പിട്ട് നല്ല പോലെ വരട്ടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ആർക്കും അറിയാത്ത എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ പറയുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് അരച്ചതും ഇട്ട് പിന്നെ നമ്മൾ അരി 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പൗത്തി വെച്ച് കുതിരാൻ വെച്ച്, പിന്നെ ഇത് മസാലയിൽ നമ്മൾ തക്കാളി ഇട്ട് 3-4 തക്കാളി ഇട്ട്, ഉള്ളി 5 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടിയെല്ലാം ഇട്ട്, ഗരം മസാല പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട് എല്ലാം ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോളും വരട്ട. പിന്നെ കുറച്ച് തൈരും ഇട്ട്, ചിക്കന് ഞാൻ നല്ല ഒരു ഫ്രൈ ആക്കിയിട്ട് ഇടുന്നത്. ചിക്കന് അത് കാട്ടിക്കാൻ മറന്നുപോയി, മിസ്സായിപ്പോയി. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ട് മിക്സാക്കിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കിയത് അതിന് ഈ മസാലയിൽ ഇട്ടിട്ട് നല്ല പോലെ വരട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് അരച്ചിട്ട് അതും ഇട്ട്, പിന്നെ മസാലയുടെ പണിയായി. കുറച്ച് മല്ലിപ്പൊടി വിതറി, പിന്നെ നമ്മൾ ചോറ് വാർത്തിട്ടുണ്ടായിരുന്നു. ചോറിന് ഇതിലിട്ട് കുറച്ച് നെയ്യെല്ലാം തൂവി ഗരം മസാല പൗഡറെല്ലാം ഇപ്പിടി മേലിൽ വേറി, പിന്നെ നമ്മൾ മല്ലി, പുതിന ചപ്പ്, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പെല്ലാം മേലിൽ വിതറി, ഒരു ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ഒഴിക്കണം. നല്ല ടേസ്റ്റാകുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച സവാള അതിനെ ഇതിൻ്റെ മേലെ വിതറി. നമ്മൾ ചിക്കൻ ബിരിയാണി റെഡിയായി. കുറച്ച് 5-10 മിനിറ്റ് ദമ്മിട്ടിട്ട് റെഡിയായി ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ. പിന്നെ ഞാൻ കഴിച്ച്. ഓക്കെ, ബൈ.